കേരളത്തിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉന്നയിച്ച ഒരാൾ ഞാനായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4,50,000-ത്തിലധികം വോട്ടുകൾ അത് കള്ളവോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ചേർത്തിട്ടുണ്ടെന്ന് ഞാനാണെന്ന് സൂചിപ്പിച്ചു. അന്ന് അതിൻ്റെ പേരിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 38,000 വോട്ട് ഡിലീറ്റ് ചെയ്തു, സമ്മതിച്ചു. ബാക്കി 4 ലക്ഷം വോട്ട് അവിടെ കിടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു. ഈ 4 ലക്ഷം വോട്ട് അവിടെ ഉണ്ട്. 4 ലക്ഷം അല്ല, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 4 ലക്ഷം വോട്ടാണ്. 10 ലക്ഷത്തിലേറെ കള്ള വോട്ടുകൾ, വ്യാജ വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നീക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നടപടിയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര നിയമം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചൊരു അഭിപ്രായം. ഇപ്പം ബീഹാറിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും ഏത് തരത്തിൽ ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. പക്ഷേ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് സത്യം.